ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രഖ്യാപിച്ചു. മാലിന്യം പൊതുസ്ഥലത്ത് പുറന്തള്ളുന്നവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. സ്പീക്കർ എൻ ഷംസീർ പ്രഖ്യാപനം നിർവഹിച്ചു. 2016 വന്നതിനു ശേഷമാണ് 4 മിഷൻ എന്തൊക്കെയാ ലൈഫ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കുന്നതാണ്. 3 ആർദ്രം ആരോഗ്യ മേഖലയാണ്. ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുണ്ടായ മാറ്റം, ഇവിടുത്തെ പഞ്ചായത്ത് ഡിസ്പെൻസറി, പഞ്ചായത്ത് ആശുപത്രി അല്ലെങ്കിൽ PHC അത് ഫാമിലി ഹെൽത്ത് സെന്ററായി മാറി കേരളത്തിലെമ്പാടും. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഭവനമില്ലാത്തവർക്ക് ഭവനം, ഇങ്ങനെ നിരവധി വികസന പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന പശ്ചാത്തലം വികസിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകില്ല എന്ന് പ്രചരിപ്പിച്ചവർക്ക് മുമ്പാകെ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവ് വരെയുള്ള ദേശീയ പാത 4 വരി 6 വരി പാതയായി മാറുന്നു. ഇങ്ങനെ അടിസ്ഥാന പശ്ചാത്തലം വികസിക്കുന്നു, പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാകുന്നു, ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകുന്നു. എല്ലാത്തിനും മാറ്റമുണ്ടായി കേരളം പുരോഗതിയിലേക്ക് പോകുമ്പോൾ അതിന്റെ പുരോഗതിക്ക് തിലകക്കുറി സ്ഥാപിക്കുന്നതാണ് ഈ പറഞ്ഞ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൊതുയിടങ്ങളും ശുചീകരിക്കുന്നതിനൊപ്പം തന്നെ പഞ്ചായത്തിൽ ഒരു MCF കെട്ടിടവും 25 മിനി MCF, 26 ബോട്ടിൽ ബൂത്തുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. MCFനോട് അനുബന്ധിച്ച് പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്ന കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 3 ടൗണുകൾ, 3 പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാലയങ്ങളും അംഗനവാടികളും ഉൾപ്പെടെ മാലിന്യമുക്തമായും പ്രഖ്യാപിച്ചു. ഒപ്പം അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തുകയും ഇവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർപ്പിട വാടക, ആവശ്യമായ ചികിത്സ, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ സേവനങ്ങൾ നൽകിയുമാണ് കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത്. കുറിച്ചിയിൽ നടന്ന പരിപാടിയിൽ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സേതു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, സെക്രട്ടറി KA ലസിത, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ N രജിത, KD മഞ്ജുഷ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.